ഹലോ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ വീക്കിലി എടുത്തിട്ടുള്ളൊരു വീഡിയോ ആണ്. മീൻസ് പല പല ക്ലിപ്സും ഞാൻ ഒരുമിച്ചിടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ കൺഫ്യൂഷൻ ആവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ആദ്യം പറഞ്ഞത്. പല ദിവസങ്ങളായിട്ട് എടുത്തിട്ട് ഇത് ഞാൻ ഒരുമിച്ചിടാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ അതാ വന്നിട്ടുള്ളത് മീൻ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് നമ്മുടെ ലൊക്കേഷനിൽ വരുന്ന ഒരു നല്ല ഫിഷൊക്കെ കിട്ടുന്ന ഒരു ഷോപ്പാണ്. ബാർക്കിംഗ് ആണ് കേട്ടോ അത്. അപ്പോൾ ഒരുവിധം നമ്മുടെ നാട്ടിൽ കിട്ടുന്ന മീനൊക്കെ വരും. കുറച്ചൊക്കെ വ്യത്യാസമുണ്ട് കേട്ടോ. ഇതിനൊക്കെ എല്ലാത്തിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഒരുവിധം മീനുകളൊക്കെ ഇവിടെയും കിട്ടും. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ മീൻ വാങ്ങിക്കാൻ കാരണം നാളെ ഞാൻ കുക്ക് ചെയ്യുന്ന ദിവസമാണ്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇന്ന് തന്നെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വെക്കും. മീനും പച്ചക്കറിയൊക്കെ ഇന്ന് തന്നെ വാങ്ങിച്ചു വെക്കും. എല്ലാ ദിവസവും മീനായിരിക്കില്ല. മീൻസ് എല്ലാ വീക്കിലും ചില സമയത്ത് ചിക്കനോ അങ്ങനെയൊക്കെ ആയിട്ട് മാറും കേട്ടോ. അപ്പോൾ ഇവിടുന്നാണ് തൊട്ടടുത്ത ഷോപ്പിൽ നിന്ന് തന്നെയാണ് നമ്മൾ വെജിറ്റബിൾസൊക്കെ വാങ്ങിക്കാറ്. ഫ്രൂട്ട്സ് കുറവാണ്, ഇവിടുന്ന് വാങ്ങിക്കലില്ല. പിന്നെ കറിവേപ്പിലൊക്കെയാണ് ഞാൻ ഇവിടുന്ന് മെയിനായിട്ട് വാങ്ങിക്കൽ. സവാള, തക്കാളി അതൊക്കെ ഞാൻ ലിഡിൽ അസ്ത അവിടെ നിന്നാണ് വാങ്ങിക്കുക. പിന്നെ നമ്മുടെ തേങ്ങ അങ്ങനത്തെ ഒക്കെയാണ് കേട്ടോ ഇവിടുന്ന് ഞാൻ കൂടുതലും വാങ്ങിക്കുക. അതുപോലെ മല്ലിയില, പുതിന അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന എല്ലാ വെജിറ്റബിൾസും ഇവിടെ നമുക്ക് കിട്ടും. നമ്മുടെ പ്രൈസിൽ മാത്രമേ വ്യത്യാസം ഉണ്ടാവുള്ളൂ കേട്ടോ. നമ്മുടെ ചീര, പാലക് ചീര, വെണ്ടക്ക, കിഴങ്ങുകളും ഒക്കെ ഉണ്ട് കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഞാൻ ഇവിടെ നിന്നാണ് വാങ്ങിക്കുക, കാരണം അവിടെ നിന്ന് വാങ്ങുന്ന ലാഭം. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ജിമ്മിൽ പോയിട്ടുണ്ടായിരുന്നു വർക്കൗട്ടൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. ചെറുതായിട്ടൊക്കെ വർക്കൗട്ട് ചെയ്തു. ഞാൻ ഒറ്റയ്ക്ക് പോയതുകൊണ്ട് തന്നെ ഫുള്ളായിട്ട് ക്ലിപ്പൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ വീട്ടിൽ വന്ന് കുളിയൊക്കെ കഴിഞ്ഞ് ഒരു എന്താ പറയുക സ്ട്രോബെറിയും ബെറിയൊക്കെ ഇരുന്ന് കഴിക്കുകയാണ്. എനിക്ക് ഫ്രൂട്ട്സിൽ ഏറ്റവും ഇഷ്ടമുള്ളത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബെറിയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇരുന്ന് കഴിക്കുകയാണ്. പിന്നെ ടി വി ഇരുന്ന് കാണാണ്. നമ്മുടെ പേളിമാണിയുടെ വീഡിയോ ആണ് കേട്ടോ കാണുന്നത്. അപ്പോൾ അതൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ റിലാക്സ് ചെയ്തിരിക്കുകയാണ്. ഞാൻ വന്ന പാടന്നെ എൻ്റെ കുളിയെല്ലാം കഴിച്ചു. അപ്പോൾ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ടി വി കണ്ടിരിക്കുകയാണ് കേട്ടോ. ഇന്നത്തെ ദിവസം ഞാൻ നേരത്തെ കിടന്ന് ഉറങ്ങണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. ബെഡിൽ വന്നിരിക്കുന്നത് ഒരു 10 മണിയാകുമ്പോഴത്തേനെങ്കിലും ഉറങ്ങണം എന്ന് വിചാരിച്ച്. ഇതിപ്പോൾ ഇതാ നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ്. ഞാൻ വർക്കിന് പോവാണ്. ഒരു 5:30 ഒക്കെ ആയിട്ടുണ്ടാവും കേട്ടോ. ഞാനിപ്പോൾ എൻ്റെ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട് വർക്ക് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ സമ്മറിൻ്റെ സമയം പോലെയല്ല. സമ്മറിൻ്റെ സമയത്ത് ഈ സമയം എന്നൊക്കെ പറയുമ്പോൾ നല്ല വെളിച്ചം ഉണ്ടാവും. ഒരു 4:30 വെളിച്ചം ഉണ്ടാവും കേട്ടോ. പക്ഷേ ഇപ്പോൾ നേരെ തിരിച്ച് ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട്. ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു കാര്യം. ഈ സമയത്തൊക്കെ ഭയങ്കര ഇരുട്ടായിരിക്കും. അപ്പോൾ അത് നല്ലൊരു മഴയൊക്കെ ഉണ്ടായിരുന്നു ഇന്ന്. ഇതിപ്പോൾ തിരിച്ചു പോകുമ്പോഴാണ് എടുത്തിട്ട്, കാരണം ഇതിൻ്റെ ഇടയിൽ എനിക്ക് വീഡിയോ ഒന്നും വേറെ എടുക്കാനൊന്നും പറ്റിയില്ല. വൈകിട്ട് പോകുമ്പോഴും ഒരു ചെറിയൊരു ചാറ്റൽ മഴ പോലെ ഉണ്ടായിരുന്നു. പിന്നെ അതാ വീട്ടിലെത്തിയിട്ട് നല്ല വിശപ്പുണ്ടായിരുന്നു ഇന്ന്. പ്രത്യേകിച്ച് അവിടെ നിന്ന് അധികമൊന്നും കഴിക്കാത്തത് കൊണ്ടും നല്ല വിശപ്പുള്ളത് കൊണ്ടും ഞാൻ വീട്ടിലെത്തിയ പാട് എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിപ്പോൾ ഡിന്നറാണ് കേട്ടോ ഞാൻ കഴിക്കുന്നത്. ഒരു ചീസ് ഓംപ്ലേറ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ജസ്റ്റ് എഗ്ഗും ഉപ്പും ചില്ലി ഫ്ലേക്സും അതൊക്കെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ബട്ടറിൽ എന്താ പറയുക പാനിൽ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. പെപ്പർ ഇട്ടിട്ടുണ്ട് ഞാൻ കുറച്ച്. പിന്നെ ഇതിൻ്റെ മുകളിൽ കുറച്ച് ഒറിഗാനോയും പിന്നെ ചീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചീസ് എടുക്കാം. ഞാനിപ്പോൾ ഒരു ലൈറ്റായിട്ടുള്ളൊരു ചീസാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ ഒറിഗാനോ ഇട്ട് കൊടുക്കുമ്പോൾ ഇതിൻ്റെ ഫ്ലേവർ തന്നെ മാറും കേട്ടോ. ഈ എഗ്ഗ് കഴിക്കുന്ന ഇത് ഞാൻ വെറുതെ 2 ദിവസം മുന്നേ ഉണ്ടാക്കി നോക്കിയാണ്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിളാണ്. നല്ല കഴിച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് തന്നെ ഹെവി ആയി കിടക്കും. പിന്നെ എഗ്ഗ് പ്രോട്ടീനാണല്ലോ, അപ്പോൾ അടിപൊളിയാണത് രാവിലെയൊക്കെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ കഴിക്കാൻ. പിന്നെ ഞാൻ കോഫി ഉണ്ടാക്കുന്നുണ്ട്, ചെറിയൊരു തലവേദന ഉള്ളതുകൊണ്ട്. പിന്നെ സ്വീറ്റ് പൊട്ടാറ്റോ ഉണ്ട് കേട്ടോ. കുറച്ച് ദിവസമായി വാങ്ങി വെച്ചിട്ട് കേടുവന്ന് പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ ഇതിൻ്റെ കൂടെ എടുക്കുന്നത്. അല്ലെങ്കിൽ അത് വെറുതെ നാശമായി പോവും. അപ്പോൾ എനിക്ക് ഇടയ്ക്ക് കോഫി കുടിക്കാൻ ഇഷ്ടം. ഈ കോഫി കുടിച്ച ചില ആളുകൾ പറയും പിന്നെ രാത്രി കിടന്ന് ഉറങ്ങാൻ പറ്റില്ല. എനിക്ക് നേരെ തിരിച്ചാണ് കേട്ടോ. ഞാൻ കോഫി കുടിച്ചാലും ചായ കുടിച്ചാലൊക്കെ എപ്പോൾ വേണമെങ്കിലും ഞാൻ ഉറങ്ങും. അപ്പോൾ നല്ല കോഫി ഇതൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഫാസി ജിമ്മിൽ പോയിട്ടുണ്ട് കേട്ടോ. അതാണ് ഇപ്പോൾ ഞാൻ മാത്രം ഇതൊക്കെ കഴിക്കാൻ വേണ്ടി പോകുന്നത്. ഞാൻ വന്ന പാടന്നെ ഫാസി ജിമ്മിൽ പോയിട്ടുണ്ടായിരുന്നു.
ഇന്ന് ഫാസിക്ക് ഓഫായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആള് വീട്ടിലുണ്ടായിരുന്നു, പുറത്തൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വൈകിട്ടായപ്പോഴാണ് പുറത്തൊക്കെ ഇറങ്ങിയിട്ടുള്ളത്. പിന്നെ ഞാൻ നെക്സ്റ്റ് വീക്ക് തൊട്ടൊരു വീഡിയോ പ്ലാൻ ചെയ്യുന്നുണ്ട് വെയിറ്റ് ലോസിൻ്റെ കേട്ടോ. അപ്പം ഞാനത് അടുത്ത ആഴ്ച ആയിട്ട് വീഡിയോ ആയിട്ട് ഇടാമെന്ന് വിചാരിക്കുന്നത്. തുടങ്ങിയിട്ടില്ല, കാരണം ഞാൻ ദുബായിലും നമ്മൾ പോയി വന്നതിൻ്റെ ശേഷം ഞാൻ കാര്യമായിട്ടൊന്നും ശ്രദ്ധിച്ചിട്ടില്ല. അവിടുന്ന് ഞാൻ നല്ല ഫുഡൊക്കെ വാരി വലിച്ച് കഴിച്ചുകൊണ്ട് അത്യാവശ്യം വെയിറ്റ് കൂടിയിട്ടുണ്ട്. പിന്നെ ഞാൻ ഫോക്കസ് ചെയ്തിട്ടില്ല. അപ്പോൾ എനിക്ക് വീണ്ടും നന്നായിട്ട് തന്നെ ഫുഡും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ജിമ്മിലൊക്കെ പോയി അത്യാവശ്യം വെയിറ്റ് കുറയ്ക്കണം എന്നുണ്ട്. അപ്പോൾ അതൊരു വീഡിയോ ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കും അതൊരു യൂസ്ഫുള്ളാവും. ആർക്കെങ്കിലൊക്കെ ഉപകാരപ്പെടുകയാണെങ്കിലോ എനിക്ക് ഉപകാരപ്പെടും. കാരണം ഞാൻ വീഡിയോ ഇടുന്നതുകൊണ്ട് ഞാനും ഒരു കമ്മിറ്റഡ് ആയിരിക്കും ആ ഒരു കാര്യത്തിൽ. അപ്പോൾ അത് ചീസ് ഓംപ്ലേറ്റും സ്വീറ്റ് പൊട്ടാറ്റോ ഒക്കെ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ അതൊക്കെ കഴിക്കാണ് കേട്ടോ. ഈ ഓംപ്ലേറ്റ് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ, ഹെവിയാണ് കഴിച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇന്ന് ഫാസി ഓഫ് ആയതുകൊണ്ട് തന്നെ കുറച്ച് എനിക്ക് വേണ്ടി ഗിഫ്റ്റൊക്കെ വെച്ചിട്ടുണ്ട്. മീൻസ് പാത്രങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആൾക്ക് ഇന്ന് മീറ്റിംഗ് ഉണ്ടായിരുന്നു ഓൺലൈനിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ പെൻഡിങ് ആയിട്ട് കിടന്നു. അപ്പോൾ ഞാൻ വന്നിട്ടാണ് ഇപ്പോൾ അതൊക്കെ ക്ലിയർ ചെയ്ത് വെക്കുന്നത് കേട്ടോ. പിന്നെ എൻ്റെ ടിഫിനൊക്കെ ഉണ്ട്. പിന്നെ ഞാനിപ്പോൾ വന്നിട്ട് ഉണ്ടാക്കിയ കുറച്ച് പാത്രങ്ങളും അതൊക്കെ കഴുകി വെക്കാണ്. ഇതൊക്കെയാണ് ഈവനിങ് ഇവിടെ മെയിനായിട്ട് നടക്കുന്ന കലാപരിപാടികൾ എന്ന് പറയുന്നത്. വരിക, ഫുഡ് കഴിക്കുക, പാത്രം കഴുകുക, പ്രത്യേകിച്ചൊന്നും ഉണ്ടാവാറില്ല. പിന്നെ നമ്മൾ ഓഫുള്ള തലേ ദിവസമൊക്കെ ആണെങ്കിൽ പുറത്തൊക്കെ പോയി അങ്ങനെയൊക്കെ നടക്കും കേട്ടോ. അല്ലാത്ത സമയത്ത് ഇതൊക്കെ തന്നെയാണ് ആവർത്തിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ എനിക്ക് ഈ കുക്ക് ചെയ്യുന്നതിനേക്കാളും ദേഷ്യം ഈ പാത്രം കഴുകലാണ്. പക്ഷെ എന്ത് ചെയ്യാൻ, വേറെ വഴിയില്ലാത്തതുകൊണ്ട് നമ്മൾ തന്നെ കഴുകുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ നെക്സ്റ്റ് വീക്ക് തൊട്ടിട്ട് പുതിയ വീഡിയോസ് ഇടുന്നതായിരിക്കും. മീൻസ് വെയിറ്റ് ലോസിൻ്റെത് കേട്ടോ. ഞാൻ എന്തൊക്കെ കഴിക്കാൻ പോകുന്നു അതൊക്കെ ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ടൊക്കെ ഇടാമെന്നാണ് വിചാരിക്കുന്നത്. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഒരു വീഡിയോയിൽ തന്നെ വരാം അടുത്ത ആഴ്ച. അപ്പോൾ ഇതാ കിച്ചണൊക്കെ ക്ലീൻ ചെയ്ത് തുടച്ചു. ഇനി നമ്മൾ റൂമിൽ പോയി കുറച്ച് നേരം റിലാക്സ് ചെയ്തിരിക്കും കേട്ടോ. റിലാക്സ് ചെയ്യുന്നതിന് മുന്നേ എനിക്ക് ബെഡൊന്ന് റെഡിയാക്കാനുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഫാസിക്ക് ഇന്ന് ഓഫ് ആയതുകൊണ്ട് തന്നെ ഞാൻ രാവിലെ പോകുമ്പോൾ ബെഡൊന്നും അറേഞ്ച് ചെയ്തിട്ട് അങ്ങനെ ഒന്നല്ല പോയിട്ടുള്ളത്. ഇതിപ്പോൾ ഞാൻ വന്നപ്പോൾ ഇട്ട ഡ്രസ്സാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് ഹാങ് ചെയ്ത് വെക്കാണ്. പിന്നെ ബാഗിൽ ഞാൻ ജിമ്മിനൊക്കെ കൊണ്ടുപോകുന്ന ഡ്രസ്സൊക്കെ വെക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ കഴുകാനിട്ടു. അതൊക്കെ ബെഡൊക്കെ ജസ്റ്റ് ഒന്ന് ടൈഡി അപ്പ് ചെയ്ത് വെക്കാണ്. വിരിച്ച് അങ്ങനെ ഇതാക്കുന്നല്ല, ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുന്നു പില്ലോ ഇതൊക്കെ. ഇവിടെ ഇപ്പോൾ തണുപ്പായതുകൊണ്ട് തന്നെ ഞാൻ ഷീറ്റൊക്കെ മാറിയിട്ടുണ്ട്. ഇത് ഒരു ടെഡി പോലത്തെ ഇതാണ് കേട്ടോ, ഷീറ്റാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ കിടക്കുമ്പോൾ കുറച്ച് ബോഡി കുറച്ച് ചൂടായി കിട്ടും. അല്ലെങ്കിൽ നമ്മൾ രാവിലെ എണീക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ ഈ തണുപ്പത്ത്. അപ്പോൾ ഇത് ഞാൻ നെക്സ്റ്റ് ഡേ എടുത്ത വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ കൊളീഗ്സ് എല്ലാവരും കൂടിയിട്ട് ഒന്ന് പുറത്ത് പോവാണ്. ഇത് കുറച്ചധികമായിട്ട് നടക്കുന്നൊരു പ്ലാനിങ് ആണ് കേട്ടോ, പക്ഷെ നടന്നില്ല എന്ന് മാത്രം. ഓഗസ്റ്റിൽ പോകാൻ വിചാരിച്ചായിരുന്നു, ഇപ്പോഴാണ് കേട്ടോ പറ്റിയത്. ഇതിൽ തന്നെ കുറേ ആൾക്കാർ മിസ്സിങ് ആണ്, കുറേ ആൾക്കാർക്ക് വരാൻ പറ്റിയിട്ടൊന്നുമില്ല. അപ്പോൾ എല്ലാ ആൾക്കാരും വെച്ചിട്ടാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. ഇന്നും നല്ല മഴയാണ് കേട്ടോ. ഒരു വൈകുന്നേരം ആയപ്പോൾ തന്നെ മഴ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് സ്കൈ ഗാർഡനിലാണ്. ഇവിടെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ വരുന്നത്. നമ്മളിവിടെ വരുന്നതിന് മുന്നേ ബുക്ക് ചെയ്യണം മുൻകൂട്ടിയിട്ട് തന്നെ. അപ്പോൾ അവൈലബിലിറ്റി ഒക്കെ നോക്കിയിട്ടേ നമുക്കിവിടെ വരാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതൊക്കെ ബുക്ക് ചെയ്തതൊക്കെ മാനേജറാണ്. അപ്പോൾ അങ്ങനെ കേട്ടോ, നമ്മൾ മാനേജർ ആണ് നമ്മളിങ്ങോട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. അടിപൊളിയാണ് കേട്ടോ. നിങ്ങൾ ലണ്ടനിലുള്ള ആളുകളാണെങ്കിൽ എന്തായാലും ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കാം. ഇതിൻ്റെ എൻട്രൻസും കാര്യങ്ങളൊന്നും നമുക്ക് അങ്ങനെ വീഡിയോയിൽ എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഉള്ളിലുള്ള കാഴ്ചകളാണ് ഞാൻ ചെറിയ വീഡിയോ ആണ് കാണിക്കുന്നത്. നല്ല അടിപൊളി വ്യൂ ആണ്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ലണ്ടൻ്റെ നല്ല നല്ല കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി പറ്റും. നല്ല അടിപൊളി വ്യൂ ആണ്. അപ്പോൾ മഴ പുറത്തുള്ളതുകൊണ്ട് തന്നെ എനിക്ക് പല രീതിയിലുള്ള വ്യൂ കിട്ടിയിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ ഇവരോടൊക്കെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ പറയായിരുന്നു ഹായ് പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ ഫാമിലി ആയിട്ടോ ഫ്രണ്ട്സായിട്ടോ ഇങ്ങനെ വെറുതെ നമുക്ക് സംസാരിച്ചിരിക്കാനോ അങ്ങനെയൊക്കെ പറ്റിയിട്ടുള്ള നല്ല സ്ഥലമാണ് കേട്ടോ ഈ സ്കൈ ഗാർഡൻ എന്ന് പറയുന്നത്. ഞങ്ങൾ കുറേ സമയം അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. 3:30 നമ്മൾ വന്നിട്ട് തിരിച്ചു പോയത് ഞാൻ 8 മണി ആ ഒരു സമയത്താണ് കേട്ടോ. അപ്പോൾ അതുവരെ നമ്മളിവിടെ സമയം സ്പെൻഡ് ചെയ്തിരുന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വന്ന് നോക്കാം. ലണ്ടനിലുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ കണ്ട നല്ല അടിപൊളി വ്യൂ ആണ്. പകൽ സമയത്തൊക്കെ നല്ല ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് നാച്ചുറൽ ലൈറ്റൊക്കെ ആയിട്ട് അടിപൊളി രസമാണ്. ഈവനിങ് ആകുമ്പോൾ ഇതിൻ്റെ 2 കളറിൽ ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ ഈവനിങ്ങിൻ്റെ വ്യൂ ഒക്കെ. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇവിടുന്ന് നോക്കുമ്പോൾ നമുക്ക് ടവർ ബ്രിഡ്ജിൻ്റെ ഒക്കെ വ്യൂ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ലണ്ടൻ മൊത്തത്തിൽ നമുക്ക് ഇവിടുന്ന് ചുറ്റി കാണാൻ വേണ്ടി പറ്റുന്നുള്ളതാണ് കേട്ടോ. പിന്നെ നോക്കുകയാണെങ്കിൽ ഈ സൈഡിൽ മൊത്തം പ്ലാന്റ്സ് ഒക്കെ പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഒരു ഗാർഡൻ പോലെ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. സ്കൈ ഗാർഡൻ എന്ന് പറയുമ്പോൾ തന്നെ അറിയാമല്ലോ, ഇവിടെ മൊത്തം എന്താ പറയുക ഗ്രീനറിയാണ്. ഒരുപാട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടി പറ്റിയ അടിപൊളി സ്ഥലമാണ് കേട്ടോ. ഞങ്ങൾ കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയി കാണുന്നത് വരെ ബൈ.